ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നോൺ ലീനിയർ റിഗ്രഷനെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ നോൺ ലീനിയർ റിഗ്രഷൻ്റെ കേസിലുള്ള പാരാമീറ്റർ എസ്റ്റിമേഷനാണ് നമ്മൾ നോക്കുന്നത്. പാരാമീറ്റർ എസ്റ്റിമേഷൻ ഇൻ എ നോൺ ലീനിയർ സിസ്റ്റം. Linearization. A method widely used in computer algorithms for non-linear regression is linearization of the non-linear function followed by the Gauss-Newton iteration method of parameter estimation. അപ്പോൾ നമ്മൾ നേരത്തെയുള്ള ക്ലാസ്സിൽ കണ്ടായിരുന്നു, നമ്മൾ ഈ ഒരു പാരാമീറ്റർ എസ്റ്റിമേഷന് വേണ്ടിയിട്ട് നമ്മൾ ഐട്രേഷൻ മെത്തേഡ് വഴിയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഗോസ് ന്യൂട്ടൺ ഐട്രേഷൻ മെത്തേഡ് വഴിയാണ് നമ്മൾ ഈ ഒരു നോൺ ലീനിയർ ഫംഗ്ഷനെ ലീനിയറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. Linearization is accomplished by a Taylor series expansion of f of xi theta about the point theta naught dash is equal to theta 1 naught, theta 2 naught, etc. theta p naught with only the linear terms retained. അപ്പോൾ നമ്മൾ ഈ ഒരു ലീനിയറൈസേഷൻ ടൈലർ സീരീസ് എക്സ്പാൻഷൻ എഫ് ഓഫ് എക്സ് ഐ തീറ്റയുടെ ടൈലർ സീരീസ് എക്സ്പാൻഷൻ വഴിയാണ് നോക്കുന്നത്. ടൈലർ സീരീസ് എക്സ്പാൻഷൻ നടത്തുന്നത് ഈ ഒരു തീറ്റ നോട്ട് ഡാഷ് എന്നുള്ള പോയിന്റ് വെച്ചിട്ടാണ്. അതിനകത്ത് ആ ഒരു എക്സ്പാൻഷനിൽ നമ്മൾ ലീനിയർ ആയിട്ടുള്ള ടേംസിനെ മാത്രം റീറ്റെയിൻ ചെയ്തിട്ടുകൊണ്ടാണ് ഈ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ദിസ് ഈൽഡ്സ് എഫ് ഓഫ് എക്സ് ഐ തീറ്റ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഐ തീറ്റ naught plus summation j is equal to 1 to p dou f of xi theta divided by dou theta j for theta is equal to theta naught into theta j minus theta j naught. അപ്പോൾ നമുക്ക് ഒരു ടൈലർ സീരീസ് എക്സ്പാൻഷനകത്ത് ലീനിയർ ടേംസിനെ മാത്രം റീറ്റെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഇക്വേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. If we set fi naught is equal to f of xi theta naught, beta j naught is equal to theta j minus theta j naught, and zij naught is equal to dou f xi theta divided by dou theta j for theta is equal to theta naught. അപ്പോൾ നമ്മൾ മേളിൽ ഇക്വേഷനിൽ കൊടുത്തിരിക്കുന്ന ഓരോ ടേംസിനെയും മറ്റൊരു ടേം വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുവാണ്. അപ്പോൾ അങ്ങനെ റീപ്ലേസ് ചെയ്തിരിക്കുന്നതാണ് ഈ കൊടുത്തിരിക്കുന്നത്. We note that the non-linear regression model can be written as yi minus fi naught that is equal to summation j is equal to 1 to p beta j naught zij naught plus epsilon i. അപ്പോൾ നമ്മൾ ഈ ഒരു നോൺ ലീനിയർ റിഗ്രഷൻ മോഡലിനെ നമ്മൾ മേളിൽ കൊടുത്തിരിക്കുന്ന ഒരു ടേംസിൻ്റെ റെപ്രസെൻറ്റേഷനിൽ എഴുതിയിരിക്കുകയാണ്. വേർ i is equal to 1 2 3 etc. n. That is, we now have a linear regression model. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു നോൺ ലീനിയർ റിഗ്രഷൻ മോഡലിലെ ടേംസ് മാറ്റിയിട്ട് നമുക്കൊരു ലീനിയർ റിഗ്രഷൻ മോഡലിൻ്റെ ഇക്വേഷനിലേക്ക് നമുക്ക് ഇതിനെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. വി യൂഷ്വലി കോൾ തീറ്റ നോട്ട് ദ സ്റ്റാർട്ടിംഗ് വാല്യൂ ഫോർ ദ പാരാമീറ്റേഴ്സ്. അപ്പം ഈ ഒരു നോൺ ലീനിയർ റിഗ്രഷൻ്റെ സ്റ്റാർട്ടിംഗ് വാല്യൂ ഓഫ് പാരാമീറ്ററാണ് തീറ്റ നോട്ട് കൊണ്ട് റിപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് ലീനിയർ റിഗ്രഷനിലെ ബീറ്റ നോട്ട് തന്നെയാണ് ഈ ഒരു നോൺ ലീനിയർ കേസിൽ തീറ്റ നോട്ട് കൊണ്ട് റിപ്രസെൻറ്റ് ചെയ്യുന്നത്. We may write equation 12.19 as y naught is equal to z naught beta naught plus epsilon. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷനെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ടേംസിൻ്റെ റെപ്രസെൻറ്റേഷൻ എഴുതുമ്പോൾ y naught is equal to z naught beta naught plus epsilon എന്ന് പറഞ്ഞ് കിട്ടും. സോ ദ എസ്റ്റിമേറ്റ് ഓഫ് ബീറ്റ നോട്ട് ഈസ് ബീറ്റ നോട്ട് ക്യാപ് ഈസ് equal to z naught dash z naught the whole inverse into z naught dash into y naught. അപ്പോൾ നമ്മൾ സാധാരണ എങ്ങനെയാണ് ബീറ്റ നോട്ട് ക്യാപ് കണ്ടുപിടിക്കുന്നത് ആ ഒരു സെയിം ഇക്വേഷനിൽ നമ്മൾ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുകയാണ്. ദാറ്റ് ഈസ് equal to z naught dash into z naught the whole inverse into z naught dash into y naught എന്താ y minus f naught. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. Now since beta naught is equal to theta minus theta naught, we could define theta 1 cap is equal to beta naught plus തീറ്റ നോട്ട്. അപ്പോൾ ബീറ്റ നോട്ട് എന്ന് പറയുന്നത് തീറ്റ മൈനസ് തീറ്റ നോട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തീറ്റ 1 ക്യാപ്പിനെ എങ്ങനെ എഴുതാം? ബീറ്റ നോട്ട് ക്യാപ്പ് പ്ലസ് തീറ്റ നോട്ട് എന്ന് പറഞ്ഞ് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ആസ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്സ് ഓഫ് തീറ്റ. സംടൈംസ് ബീറ്റ നോട്ട് ക്യാപ്പ് ഈസ് കോൾഡ് വെക്ടർ ഓഫ് ഇൻക്രിമെൻറ്റ്സ്. അപ്പം ബീറ്റ നോട്ട് ക്യാപ്പിൻ്റെ മറ്റൊരു പേര് വെക്ടർ ഓഫ് ഇൻക്രിമെൻറ്റ്സ് എന്നാണ് പറയുന്നത്. വി മേ നൗ റീപ്ലേസ് ദ റിവൈസ്ഡ് എസ്റ്റിമേറ്റ്സ് തീറ്റ 1 ക്യാപ്പ് ഇൻ ഇക്വേഷൻ 12.18 in the same roles played by the initial estimates theta naught and then produce another set of revised estimates say theta 2 cap and so forth. അപ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മൾ തീറ്റ നോട്ട് ആദ്യമേ ഡിഫൈൻ ചെയ്തു, അതിനുശേഷം തീറ്റ 1 ക്യാപ്പ് ഡിഫൈൻ ചെയ്തു. ഇനി അതിനുശേഷം നമ്മൾ തീറ്റ 2 ക്യാപ്പ് നമുക്ക് തീറ്റ 1 ക്യാപ്പ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഇൻ ജനറൽ വി ഹാവ് ദ kth iteration തീറ്റ k plus 1 ക്യാപ്പ് is equal to theta k cap plus beta k. അപ്പോൾ ഇങ്ങനെ ഐട്രേഷൻ വഴി ഓരോന്ന് വീതം നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഈ തൊട്ട് മുന്നിലത്തെ അറിയാമെങ്കിൽ അടുത്ത് നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെ നമ്മളിതിനെ റെപ്രസെൻറ്റ് ചെയ്യുവാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു തീറ്റ കെ ക്യാപ് plus zk dash zk the whole inverse into zk dash
ഇൻറ്റു വൈ മൈനസ് എഫ് കെ. അപ്പോൾ നമ്മൾ ഈ ഒരു മേളത്തെ ഈ ഒരു ഇക്വേഷൻ കണ്ടു. ബീറ്റ നോട്ട് ക്യാപ്പിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തേ? ഇസഡ് നോട്ട് ഡാഷ് ഇസഡ് നോട്ട് ദ ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു ഇസഡ് നോട്ട് ഡാഷ് ഇൻറ്റു വൈ മൈനസ് എഫ് നോട്ട് എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്തത് ബീറ്റ നോട്ട് ക്യാപ്പിനെ. ആ ഒരു സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ ബീറ്റ കെ ക്യാപ്പിനെ ഇവിടെ ഇസഡ് കെ ഡാഷ് ഇൻറ്റു ഇസഡ് കെ ദ ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു ഇസഡ് കെ ഡാഷ് ഇൻറ്റു വൈ മൈനസ് എഫ് കെ എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഐട്രേഷൻ മെത്തേഡ് വഴിയാണ് നമ്മൾ ഇതിനകത്ത് ഈ ഒരു നോൺ ലീനിയർ എസ്റ്റിമേറ്റ്സിനെ കണ്ടുപിടിക്കുന്നത്. മേളിൽ കിട്ടിയിരിക്കുന്ന എസ്റ്റിമേറ്റ്സിൻ്റെ സഹായത്തോടെ അടുത്ത എസ്റ്റിമേറ്റ്സിനെ നമ്മൾ കണ്ടുപിടിക്കും. അപ്പം ഇതിനകത്ത് ഇസഡ് കെ എന്നുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇസഡ് ഐ ജെ മെട്രിക്സ് ആണ്, ഇസഡ് ഐ ജെ റേസ് ടു കെ മെട്രിക്സ് ആണ്. അതുപോലെ എഫ് കെ എന്ന് പറയുന്നത് F1 കെ F2 കെ എക്സെട്ര FN കെ മെട്രിക്സ് ആണ്. അതുപോലെ തീറ്റ കെ ക്യാപ്പ് എന്ന് പറയുന്നത് θ1 കെ θ2 കെ എക്സെട്ര θp കെ മെട്രിക്സ് ആണ്. The iterative process continues until convergence, that is until theta j k plus 1 cap minus theta j k cap divided by theta j k cap less than delta for j is equal to 1, 2, 3 etc. p, where delta is some small number, say 1 into 10 raised to minus 6. അപ്പോൾ ഈ ഒരു ഐട്രേറ്റീവ് പ്രോസസ്സ് കൺവേർജൻസ് വഴിയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലെഫ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റേനെക്കാട്ടിലും ലെസ് ദാൻ ആകുമ്പോഴാണ് നമ്മൾ ഈ ഐട്രേഷൻ പ്രോസസ്സിന് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഇവിടെ ഡെൽറ്റ എന്ന് പറയുന്നത് നമ്മൾ മാത്തമാറ്റിക്സിൽ റിയൽ അനാലിസിസിലൊക്കെ കൺവേർജൻസ് പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഡെൽറ്റ എന്ന് പറയുന്നത് ഒരു സ്മോൾ നമ്പർ ആയിരിക്കും. ഒരു സ്മോൾ നമ്പർ 1 into 10 raised to minus 6 ഏകദേശം ആ ഒരു റേഞ്ചിലുള്ള നമ്പർ ആയിരിക്കും ഡെൽറ്റ എന്നുകൊണ്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അറ്റ് ഈച്ച് ഐട്രേഷൻ റെസിജ്വൽ സം ഓഫ് സ്ക്വയർ എസ് ഓഫ് theta k cap should be revealed to ensure that a reduction in its value has been obtained. അപ്പോൾ ഓരോ ഐട്രേഷൻ പ്രോസസ്സിലും നമ്മൾ ഈ ഒരു റെസിജ്വൽ സം ഓഫ് സ്ക്വയറും കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഇനി എസ്റ്റിമേഷൻ ഓഫ് സിഗ്മ സ്ക്വയർ. When the estimation procedure converges to a final vector of parameter estimates theta cap, we can obtain the estimate of the error variance sigma square from the residual mean square. അപ്പോൾ നമ്മൾ ഈ ഒരു നോൺ ലീനിയർ റിഗ്രഷൻ്റെ കേസിൽ സിഗ്മ സ്ക്വയറിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെസിഡ്യുവൽ മീൻ സ്ക്വയർ തന്നെയാണ് യൂസ് ചെയ്തത്. സിഗ്മ സ്ക്വയർ ക്യാപ്പ് എന്ന് പറയുന്നത് മീൻ സ്ക്വയർ റെസിഡ്യുവൽ ആണെന്ന് നമുക്കറിയാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഐ ഇസ് ഈക്വൽ ടു 1 to n yi minus yi cap the whole square divided by n minus p ആണ്. അപ്പോൾ ഈ ഒരു നോൺ ലീനിയർ റിഗ്രഷൻ്റെ കേസിൽ yi cap എന്ന് പറയുന്നത് f of xi കോമ തീറ്റ ക്യാപ്പാണ്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു മേളത്തെ ടേം എന്ന് പറയുന്നത് എസ് ഓഫ് തീറ്റ ക്യാപ്പാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എസ് ഓഫ് തീറ്റ ക്യാപ്പ് ഡിവൈഡ് ബൈ n മൈനസ് പി. ഇതായിരിക്കും നമ്മുടെ സിഗ്മ സ്ക്വയറിൻ്റെ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. where p is the number of parameters in the non-linear regression model. നമുക്കറിയാം p എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് ആയിരിക്കും. ഇവിടുത്തെ ശ്രദ്ധിക്കേണ്ടത് നോൺ ലീനിയർ റിഗ്രഷൻ മോഡലിൻ്റെ കേസാണ് നമ്മൾ പറയുന്നത്. We may also estimate the asymptotic large sample covariance matrix of the parameter vector theta cap y. Variance of theta cap is equal to sigma square cap z dash z the whole inverse, where z is a matrix of partial derivatives defined previously, evaluated at the final iteration, least square estimates of theta cap. അപ്പോൾ ഇവിടെ നമുക്ക് ലാർജ് സാമ്പിൾ ആയിട്ടുള്ള കേസിൽ കോവേരിയൻസ് മെട്രിക്സ് ഓഫ് തീറ്റ ക്യാപ്പ് കണ്ടുപിടിക്കാം. അപ്പം അതിൻ്റെ വേരിയൻസ് ഓഫ് തീറ്റ ക്യാപ്പ് എന്ന് പറയുന്നത് ഇസഡ് സിഗ്മ സ്ക്വയർ ക്യാപ്പ് ഇസഡ് ഡാഷ് ഇസഡ് ദ ഹോൾ ഇൻവേഴ്സ് ആയിരിക്കും. ഇവിടെ ഇസഡ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പാർഷ്യൽ ഡെറിവേറ്റീവ് മെട്രിക്സ് ആണ്. അത് തീറ്റ ക്യാപ്പിൻ ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റ് ആയ തീറ്റ ക്യാപ്പിൻ്റെ ഫൈനൽ ഐട്രേഷന് കിട്ടുന്ന പാർഷ്യൽ ഡെറിവേറ്റീവ് ആയിരിക്കും. Statistical inference in non-linear regression. In linear regression model, when the errors are normally and independently distributed, exact statistical test and confidence interval based on the T and F distribution are available, and the parameter estimation have യൂസ്ഫുൾ ആൻഡ് അട്രാക്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടീസ്. അപ്പം നമ്മൾ ലീനിയർ കേസിൽ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് അതുപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണെന്നറിയാം, എറേഴ്സ് നോർമൽ ആണെന്നറിയാം. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റും കോൺഫിഡൻസ് ഇൻ്റർവലും നമ്മൾ ടി ടെസ്റ്റും എഫ് ടെസ്റ്റും ഒക്കെ വെച്ചിട്ടുള്ളതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ എസ്റ്റിമേഷൻ ഏകദേശം ആക്യുറേറ്റീവ് ആയിരുന്നു. However, this is not the case in non-linear regression even when the errors are normally and independently distributed. That is, in non-linear regression, the least squares or the maximum likelihood estimates of the model parameters do not enjoy any of these attractive properties that their counterparts do in linear regression, such as unbiasedness, minimum variance or normal sampling distribution. അപ്പോൾ നമുക്ക് ഈ ഒരു നോൺ ലീനിയർ റിഗ്രഷൻ്റെ കേസിൽ നമുക്കറിയാം എറേഴ്സ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്, അതുപോലെ തന്നെ ഇൻഡിപെൻഡൻ്റ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. പക്ഷേ
ഈ വേറെ ബാക്കിയുള്ള പ്രോപ്പർട്ടീസായ അൺബയസ്ഡ്നെസ്, അതുപോലെ തന്നെ മിനിമം വേരിയൻസ്, നോർമൽ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ, അപ്പോൾ അതുപോലത്തെ പ്രോപ്പർട്ടീസ് ഒന്നും ഈ ഒരു നോൺ ലീനിയർ റിഗ്രഷൻ എസ്റ്റിമേറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ബാക്കിയുള്ള നമ്മൾ ലീനിയർ കേസിൽ കണ്ടുപിടിക്കുന്ന പോലെ അത്രയും ഈസി ആയിട്ട് നമുക്കിതിൻ്റെ ടെസ്റ്റുകൾ കണ്ടുപിടിക്കാൻ പറ്റത്തുമില്ല. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് ഇൻ നോൺ ലീനിയർ റിഗ്രഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ ലാർജ് സാമ്പിൾ ഓർ അസിംപ്റ്റോട്ടിക് റിസൾട്ട്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് മെയിനായിട്ട് ലാർജ് സാമ്പിൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാമെന്ന് മാത്രമേ പറ്റത്തുള്ളൂ. ഈ ഐട്രേഷൻ മെത്തേഡിൽ തന്നെ നമ്മൾ കണ്ടു, നമ്മൾ ഒന്ന് കണ്ടുപിടിച്ചു അടുത്ത് കണ്ടുപിടിച്ചു, അങ്ങനെ അസിംപ്റ്റോട്ടിക് ആയിട്ട് ലാർജ് സാമ്പിളിൻ്റെ വരെ നമ്മൾ കൺസിഡർ ചെയ്താൽ മാത്രമേ നമുക്കൊരു അപ്രോക്സിമേറ്റ് റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. The large sample theory generally applies for both normally and non-normally distributed errors. The key asymptotic results may be briefly summarized as follows. In general, when the sample size n is large, the expected value of theta cap is approximately equal to theta, the true vector of parameter estimates, and the covariance matrix of theta cap is approximately sigma square into z dash z the whole inverse, where z is the matrix of partial derivatives evaluated at the final iteration, least square estimates of theta. അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെക്കുന്നത് ജസ്റ്റ് ബ്രീഫായിട്ട് പറയുവാണ്. നമ്മൾ സാമ്പിൾ സൈസായ n ലാർജ് ആണെങ്കിൽ നമ്മുടെ എക്സ്പെക്റ്റഡ് വാല്യൂ ആയ തീറ്റ ക്യാപ്പിൻ്റെ വാല്യൂ ഏകദേശം അതിൻ്റെ ട്രൂ വാല്യൂ ആയ തീറ്റയോട് ഈക്വൽ ആയിരിക്കും. അതുമാത്രമല്ല കോവേരിയൻസ് മെട്രിക്സ്, തീറ്റ ക്യാപ്പിൻ്റെ കോവേരിയൻസ് മെട്രിക്സ് അപ്രോക്സിമേറ്റ്ലി സിഗ്മ സ്ക്വയർ ഇൻറ്റു ഇസഡ് ഡാഷ് ഇസഡ് ദ ഹോൾ ഇൻവേഴ്സ് ആയിരിക്കും. ഇവിടെ ഇസഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, ഫൈനൽ ഐട്രേഷൻ തീറ്റ ക്യാപ്പിൻ്റെ ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റ്സിൻ്റെ ഫൈനൽ ഐട്രേഷനിൽ കിട്ടുന്ന പാർഷ്യൽ ഡെറിവേറ്റീവിൻ്റെ മെട്രിക്സ് ആയിരിക്കും ഇസഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Furthermore, the sampling distribution of theta cap is approximately normal. അതുമാത്രമല്ല തീറ്റ ക്യാപ്പിൻ്റെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി നോർമൽ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. Consequently, statistical inference for non-linear regression when the sample space is large is carried out exactly as it is for the linear regression. അപ്പോൾ ഒരു ഈ നോൺ ലീനിയർ റിഗ്രഷനിലെ സാമ്പിൾ സൈസ് ലാർജ് ആണെങ്കിൽ നമ്മൾ ഏകദേശം ഇതിനൊരു ലീനിയർ റിഗ്രഷൻ്റെ രീതിയിൽ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ദി സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ആൻഡ് കോൺഫിഡൻസ് ഇൻ്റർവൽസ് ആർ ഓൺലി അപ്രോക്സിമേറ്റ് പ്രൊസീജിയർ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റും കോൺഫിഡൻസ് ഇൻ്റർവൽ എന്നൊക്കെ പറയുന്നത് ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണെന്ന് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയാണ് നോൺ ലീനിയർ റിഗ്രഷൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട്. ഇനി നമ്മൾ ഇതിൻ്റെ എക്സാമ്പിൾസും ബാക്കിയുള്ള പോയിസൺ ലോജിസ്റ്റിക് റിഗ്രഷനൊക്കെയാണ് അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഉള്ളത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.